ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയമാണ് വിവരങ്ങൾ നൽകുന്നത്. ധൈര്യപൂർവ്വം ധർമ്മസ്ഥലയിലെത്തി വീണ്ടും റിപ്പോർട്ടിംഗിൽ ഏർപ്പെട്ടിരിക്കുകയാണ് KV ബൈജു. ആദ്യം ഈ വിവരങ്ങൾ പുറം ലോകത്തെത്തിച്ചത് ബൈജുവാണ് ന്യൂസ് 18-ലൂടെ. ന്യൂസ് 18 കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി തന്നെ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇന്നാണ് നിർണായകമായ ആ പരിശോധന. ബൈജു, എന്തെങ്കിലും താമസം ഇക്കാര്യത്തിൽ ഉണ്ടോ? രാവിലെ എത്തും അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം സാക്ഷിയുമായി എന്നായിരുന്നുവല്ലോ അറിയിച്ചിട്ടുള്ളത്. എന്താണ് ഇക്കാര്യത്തിലൊരു താമസം നിൽക്കുന്നത്? എന്തെങ്കിലും തടസ്സം ഇക്കാര്യത്തിലുണ്ടോ? ഇല്ല മഞ്ജുഷി, ഇപ്പോൾ നിലവിൽ ഒരു കൂടിയാലോചന നടക്കുകയാണ്. അതായത് ഇതിൽ മേൽനോട്ടം വഹിക്കുന്നത് DGP ആണ്. നേരിട്ട് DGPയുടെ മേൽനോട്ടത്തിലുള്ള 20 അംഗ സംഘമാണ് ഇവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ 13 ഇടങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം ഈ കുഴിച്ച് പരിശോധിക്കണോ അതല്ല കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വെക്കണോ, ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരാനുണ്ട്. അത്തരമൊരു കൂടിയാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ SIT സംഘം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെയാണ് ഈ സംഘം ആദ്യം എത്തുക. SIT സംഘം ഇവിടെയാണ് എത്തുക. ഇതിലൂടെ ആ കാണുന്ന ഭാഗങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ പോകാം. ആ കാണുന്ന ഭാഗങ്ങളിലാണ് ഇനി കൂടുതൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്യാനുള്ളത്. ആ ഭാഗങ്ങളിലേക്ക് പിന്നീട് സഞ്ചരിച്ച് വനത്തിനകത്ത് ഇത്തരത്തിൽ പരിശോധന നടത്താൻ ഇന്നലെ നടത്തിയത് ഇവിടെയാണ്. ഈ സമയങ്ങളിൽ ഇവിടെ ആരെയും പ്രവേശിപ്പിക്കാറില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്ത് പോകാൻ നിർദ്ദേശം നൽകും. കൂടുതൽ പോലീസ് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി മനസ്സിലാവും. ആ വനമേഖലയാണ്, ഈ പുഴയോട് ചേർന്നിരിക്കുന്ന വനമേഖലയാണ്. പുണ്യ തീർത്ഥം ആണിത്. ഈ നേത്രാവതിയുടെ സ്നാനഘട്ട എന്ന് പറയുന്നത് ഇവിടെ ഈ കൂടുതൽ ആളുകൾ എത്തി ഇത്തരത്തിൽ കുളിച്ച് ആണ് ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, നേരത്തെയൊക്കെ വലിയ തോതിൽ ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇതിന് സമീപത്താണ് D ഗ്യാങ് എന്നറിയപ്പെടുന്ന ആ വലിയ സംഘമുള്ളത്. അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ പോലീസ് വലയത്തിലാണ് ഈ പ്രദേശം. പുറത്ത് മുഴുവൻ പോലീസാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയോ അങ്ങനെയുള്ള ഒരു സാധ്യത നിലവിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇവിടെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയെന്നും ഒക്കെ പരാതി ഉയർന്ന സ്ഥലം. ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള നേരത്തെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നടന്ന സ്ഥലമാണ്. ഒരുപക്ഷെ ഇവിടെ വരാൻ പോലും റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് എവിടെ പോയും ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നതിനാണ് ഇതിൽ ഏറ്റവും വലിയ മാറ്റം. ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇവിടെ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തു എന്ന് തന്നെയാണ്. നേരത്തെ ഒന്നും ഈ ഭാഗത്ത് ക്യാമറ പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ തത്സമയം കാണിക്കുന്നത്. പോലീസിനെ കാണാം നമുക്ക്. ഇതിന് പുറത്ത് നിരവധി പോലീസുണ്ട്. ധർമ്മസ്ഥല പോലീസാണിത്. നേരത്തെ ഈ കേസിൽ ഒരു അന്വേഷണവും നടത്താത്ത ധർമ്മസ്ഥല പോലീസിലാണ് ഈ കാണുന്നത്. അവർ 24 മണിക്കൂർ ഇപ്പോൾ ഇവിടെ കാവൽ നിൽക്കുന്ന സാഹചര്യമാണ്. അത്തരത്തിലാണ് SITയുടെ അന്വേഷണം എന്ന് പറയേണ്ടി വരും. ഏതായാലും ഈ 13 ഇടങ്ങൾ കൃത്യമായി 13 ഇടങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇന്ന് കുഴിച്ച് പരിശോധന ഉണ്ടാകുമോ അതല്ല കൂടുതൽ ഇടങ്ങളിൽ ഈ മാർക്ക് ചെയ്യുന്ന നടപടിയായിരിക്കുമോ ഇനി ഉണ്ടാവുക എന്നത് SIT എത്തിയാൽ മാത്രമേ പറയാൻ സാധിക്കൂ. ഇന്നലെ ഇതേ സമയത്തായിരുന്നു SIT സംഘം എത്തിയത്. ഇന്നും രാവിലെ ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട്. ആ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാവുക. മഞ്ജുഷ്, ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ അവിടെ കേസെടുക്കാൻ ധർമ്മസ്ഥല പോലീസ് പലതിലും തയ്യാറായിരുന്നില്ല. അനന്യ ഭട്ടിൻ്റെ കേസ് ഇപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ എത്ര FIRകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്? ഇപ്പോൾ 13 ഇടങ്ങളിൽ മാർക്ക് ചെയ്ത് പരിശോധന എന്ന് പറയുമ്പോൾ 13 പേരെ കുഴിച്ചിട്ട ഭാഗത്തുള്ള പരിശോധന അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? സാക്ഷി നൽകിയ വിവരമനുസരിച്ച് 13 സ്ഥലങ്ങൾ അങ്ങനെയാണോ? അതെ മഞ്ജുഷ്, 100 മൃതദേഹങ്ങളാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം മൊഴി നൽകിയത്. അത്തരത്തിലുള്ള 13 മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം അവിടെയാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1 മുതൽ 13 വരെ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം അവിടെയാണ് കുഴിച്ച് പരിശോധിക്കേണ്ടത്. അത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്നാനക്കെട്ടയ്ക്ക് തൊട്ട് പിറകിലും അതുപോലെ തന്നെ അപ്പുറം ഭാഗവുമാണ്. ഒന്ന് നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്ന അത് വളരെ റോഡിന് സമീപത്തായുള്ള ഒരു സ്ഥലത്താണ് ആ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്നത്. മറ്റെല്ലാം വനത്തിനകത്താണ്. ഈ വലിയ തോതിലുള്ള ഈ പുഴയുടെ സമീപത്തുള്ള വനത്തിനകത്താണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. ഇനി 100 മൃതദേഹങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ അഭിഭാഷകർ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ കാട്ടിക്കൊടുത്ത സ്ഥലം, ആ സ്ഥലം പരിശോധിച്ച് മൃതദേഹമുണ്ടോ അല്ലെങ്കിൽ ഈ സാക്ഷിയുടെ മൊഴി എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തൂ എന്നാണ് ഇപ്പോൾ അവർ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഏത് സമയത്തും ഇവിടെ SIT ഉദ്യോഗസ്ഥരെത്തും. അവർ ഈ പ്രദേശം ഇത്തരത്തിൽ പരിശോധിക്കും.
ഈ ഇപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലം പരിശോധിക്കും. അത് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ധർമ്മസ്ഥല കടന്നു പോകുന്നത്. ഏത് സമയത്തും SIT ഉദ്യോഗസ്ഥർ ഇവിടെ എത്താം. എന്തായാലും ആളുകൾ പൊതുവെ കുറഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ. വലിയ തോതിലുള്ള ആളുകളൊന്നുമില്ല. SIT ഉദ്യോഗസ്ഥരെത്തിയാൽ നേത്രാവതി പുഴ നമ്മൾ ആദ്യം കാണിച്ച ദൃശ്യത്തിന്റെ ഭാഗത്തു നിന്നും ആളുകളെയൊക്കെ പുറത്ത് മാറ്റുന്ന സാഹചര്യമാണ്. അവിടെയൊക്കെ പരിശോധന ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസിന്റെ വലിയ സുരക്ഷ ഇതിന് ചുറ്റും ഈ സ്നാനഘട്ടയ്ക്ക് ചുറ്റുമുണ്ട്. അതോടൊപ്പം ബെൽത്തങ്ങാടി, ഉജിറ പോലെ സ്ഥലങ്ങളിലും പോലീസിന്റെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം 13 ഇടങ്ങൾ 24 മണിക്കൂറും പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാനാണ്. ഏതെങ്കിലും കാരണവശാൽ അവിടെ നിന്നും മൃതദേഹം മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുകയോ മറ്റോ ചെയ്താൽ അത് തടയാനാണ്. എന്തായാലും ിലുള്ള ഗുണ്ടാ സംഘങ്ങൾ വിളയാടിയ ഒരു സ്ഥലം, അവിടെ മാധ്യമ പ്രവർത്തനം സാധ്യമായിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഇവിടെ എത്ര മൃതദേഹങ്ങൾ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് എന്നാണ്. അതേതായാലും അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ബൈജു, അതിസാഹസികമായിട്ടാണ് ബൈജു അവിടെ റിപ്പോർട്ടിംഗ് തുടങ്ങിയത്. ഇപ്പോൾ പക്ഷേ SIT രൂപീകരണത്തോടെ അവിടെ D ഗ്യാങ് ഒതുങ്ങിയിരിക്കുകയാണ് എന്ന് പറയാം. എന്തായാലും അതേ സ്ഥലത്ത് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ബൈജുവിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അതേ സ്ഥലത്ത് നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. അല്പസമയത്തിനകം ദൃക്സാക്ഷിയുമായി അവിടെ പ്രത്യേക അന്വേഷണ സംഘം എത്തും. തുടർന്നും തത്സമയ ദൃശ്യങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നുണ്ടാകും. പരിശോധനയുടെ ദൃശ്യങ്ങളിലേക്കും വരാം. അതിനു മുൻപ് വിചിത്രമായ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുന്നതിനിടയിലാണ് വിചിത്രവാദവുമായി കർണാടകത്തിലെ പ്രതിപക്ഷ നേതാവ് R. അശോക രംഗത്തെത്തിയിരിക്കുന്നത്. വെളിപ്പെടുത്തലിന് പിന്നിൽ മുസ്ലിം മതവിശ്വാസിയാണെന്നും സംഭവം വിവാദമാക്കിയതിന് പിന്നിൽ കേരള സർക്കാരാണെന്നുമാണ് R. അശോക പറയുന്നത്. വിഷയത്തിൽ കേരളത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. ಯಾರೋ ಕಾಣದ ಕೈಗಳು ಜಟಿಲ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಷ್ಟೇ. ಜಟಿಲ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈಗ ಆಪಾದನೆ ಮಾಡ್ತಾ ಇರೋನು ಯಾರೋ ಒಬ್ಬ ಮುಸ್ಲಿಮು. ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡು ಕೇರಳ ಸರ್ಕಾರ. ಅವ್ರಿಗೇನು ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ. ನಾನು ಇನ್ನೊಂದು ಮುಂದೆ ಹೋಗ್ತೀನಿ. ಈಗ SIT അവരെ കേളിದ್ದಾರೆ. SIT തനിഖെ ആಗಿದೆ. നാളെ ഈ ഗ്യാങ് ഇതിയാണെന്നും മുസ്ലിം മതവിശ്വാസിയാണ് എന്നുമാണ് R. അശോക എന്ന പ്രതിപക്ഷ നേതാവ്, BJP നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. കൊല്ലത്ത്